Hi, good morning students. Review of C++, Chapter 1, Part 4. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യുന്ന എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൺട്രോൾ സ്ട്രക്ചർ നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും തീർച്ചയായിട്ടും നമ്മൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ന ഓർമ്മയോടുകൂടി ഇതോടുകൂടി നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഈ സെഷൻ കഴിഞ്ഞെന്നാൽ അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാമിംഗ് അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് അത് ആയിരിക്കും അടുത്ത സെഷനിൽ. ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ്. ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് അലൗ ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ബി റിപ്പീറ്റഡ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് സെർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏത് ലൂപ്പ് ആണെങ്കിലും ആ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 5 പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണുള്ളത്. ഒരിക്കലും മറക്കരുത്, 5 കോമ്പണൻസ്. 1 ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, 2 ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, 3 ടെസ്റ്റ് എക്സ്പ്രഷൻ, 4 അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് 5 ലൂപ്പ് ബോഡി. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അതാണ് ലൂപ്പിലേക്ക് കയറണമോ അല്ലെങ്കിൽ ലൂപ്പിലെ അപ്ഡേറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യണമോ ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കുന്ന ഒരേ ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിനെയാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, അതായത് ഒരു ലൂപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് ഇനീഷ്യൽ ഒരു വാല്യൂ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. 3 ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നത്. 4മത്തത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നത്. അതുപോലെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അവയാണ് ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ദ കോമ്പണൻസ് ആർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് ലൂപ്പ് ബോഡി. ലൂപ്പിനെ പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, രണ്ടാമത്തത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള എൻട്രി കൺട്രോൾഡ് ലൂപ്സ് ആണുള്ളത്. ഒന്ന് ഫോർ ലൂപ്പ്, മറ്റൊന്ന് വൈൽ ലൂപ്പ്. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്സ്, എക്സാമ്പിൾസ് ഓഫ് എൻട്രി കൺട്രോൾഡ് ലൂപ്സ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെയാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ദി എൻട്രി ടു ദ ലൂപ്പ് ബോഡി ഈസ് അലൗഡ് വിതൗട്ട് ചെക്കിംഗ് ദ കണ്ടീഷൻ. ദ ടെസ്റ്റ് എക്സ്പ്രഷൻ വിൽ ബി എവാലുവേറ്റഡ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് ബോഡി വൺസ്. അപ്പോൾ ഇനി അതിൻ്റെ എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പ്. അപ്പോൾ 3 തരത്തിലുള്ള ലൂപ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്ന് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, മറ്റൊന്ന് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫോർ ലൂപ്പ്, അതിൻ്റെ സിൻടാക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്.
ഫോർ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ഫോർ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ സെമി കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമി കോളൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം ലൂപ്പ് ബോഡി സെമി കോളൻ. ലൂപ്പ് ബോഡിക്കകത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സേ ഉണ്ടാവുകയുള്ളൂ. ഇനി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ എംപ്റ്റി സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സെമി കോളൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ദ വർക്കിംഗ് ഓഫ് ഫോർ ലൂപ്പ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറയുവാണ് ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. കാരണം ആദ്യമേ ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ദി ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ്. ഇവിടെ ആദ്യമേ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ട്രൂ ആണ് എന്ന് വരികിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ കൺട്രോൾ അപ്ഡേറ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരുന്നു. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ, വീണ്ടും ലൂപ്പ് ബോഡി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുന്നത് അപ്പോഴായിരിക്കും ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ ഗിവൺ നമ്പർ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം, അത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഒരു പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ ഡബിൾ സ്ലാഷിൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞെന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതിന് നമ്മൾ പറയുന്നത് കമൻറ്റ് ലൈൻസ് എന്നാണ്. കമൻറ്റ് ലൈൻസ്. അപ്പോൾ ഇവിടെ കമൻറ്റ് ലൈൻസ് രണ്ട് വിധത്തിലുണ്ട് C++ൽ. കമൻറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കമൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമറിന് ഇതെന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി, ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഡബിൾ സ്ലാഷ് ഇട്ട് എഴുതി കഴിഞ്ഞെന്നാൽ അതിനെ നമ്മൾ സിംഗിൾ ലൈൻ കമൻറ്റ് എന്നാണ് പറയുക. ഇനി സ്ലാഷ് സ്റ്റാർ വീണ്ടും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി അവസാനം സ്റ്റാർ സ്ലാഷ് എഴുതുമ്പോൾ അത് മൾട്ടി ലൈൻ കമൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അടുത്ത് ഹാഷ് ഇൻക്ലൂഡ്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, ഹെഡർ ഫയൽ, യൂസിങ് നെയിം സ്പേസ് std. അടുത്തത് എന്തായിരിക്കും? ഇൻറ്റ് മെയിൻ. അടുത്തത് ഓപ്പൺ ബ്രാക്കറ്റ്. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ഏത് നമ്പറിൻ്റെയാണ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടത് അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നം. പിന്നെ നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഏത് നമ്പറാണ്? എൻ്റർ. ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, എൻ്റർ എ നമ്പർ. സി ഇൻ നം, അത് നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ. ഐയുടെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ്. കാരണം 1 മുതൽ 12 വരെയാണ് നമുക്ക് ഒരു ടേബിളിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ. അതിനുശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷൻ, പ്ലസ് ഐ 1 കൂടുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഇനീഷ്യലൈസേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ, ഇവിടെ ഐ എന്നുള്ളത് 1, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കാം? ലൂപ്പ് ബോഡി. ഇതാണ് ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. കാരണം ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നതാണ് ലൂപ്പ് ബോഡി. അപ്പോൾ അവിടെ പ്രിൻ്റ് ചെയ്യുവാണ് സി ഔട്ട് ന്യൂ ലൈൻ. ഒരേ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാസ്കാഡിങ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഇവിടെ, അപ്പോൾ ഇവിടെ ന്യൂ ലൈൻ. അതിനുശേഷം നമ്മൾ കൊടുക്കുകയാണ്, ആദ്യമേ നമ്മൾ എൻ്റർ ചെയ്യുവാണ് ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1.
പിന്നെ എക്സ് അത് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഇൻറ്റുവിന് പകരമായിട്ട് നമ്മൾ എക്സ് കൊടുത്തിരിക്കുകയാണ്. നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ. വീണ്ടും ഇസ് ഈക്വൽ ടു നം ഇൻറ്റു ഐ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ 1. ഇപ്പോൾ 5 ആണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ 5 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ എങ്ങനെ പ്രിൻ്റ് കിട്ടും? അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് നമ്മൾക്ക് എങ്ങനെ കിട്ടും? ഇതുപോലെ കിട്ടും. ദാറ്റ് മീൻസ് 1 ഇൻറ്റു, അതായത് ഐയുടെ വാല്യൂ 1, എക്സ് ഇൻറ്റു ഇതാണ് എക്സ്, അതിവിടെ വെച്ചു. വീണ്ടും നം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ആണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് കീബോർഡിലൂടെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു നം ഇൻറ്റു ഐ, അതാണ് 5. വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഐയുടെ വാല്യൂ 1 കൂടുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയിരുന്നു, അതെന്തായി 2 ആകുന്നു. അപ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇപ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. സി ഔട്ട് ന്യൂ ലൈൻ, അടുത്ത ലൈനിലേക്ക് പോകുന്നു. എന്ത് പ്രിന്റ് ചെയ്യുന്നു? ഐ പ്രിന്റ് ചെയ്യുന്നു. ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ 2 ആണ്. എക്സ് അവിടെ വന്നു. വീണ്ടും നം എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല, 5 തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2, ഇതാണ് നം ഇൻറ്റു ഐ, 10 എന്ന് പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ഐയുടെ വാല്യൂ 1 കൂടുന്നു. 2 എന്നുള്ളത് 3 ആകുന്നു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. വീണ്ടും ഇതുപോലെ പ്രിന്റ് ചെയ്യുന്നു. 3 എക്സ് 5, അപ്പോൾ 15 നം ഇൻറ്റു ഐ. 3 ഇൻറ്റു 5 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 15. വീണ്ടും ഐയുടെ വാല്യൂ 1 കൂടുന്നു, 4 ആകുന്നു. വീണ്ടും ഇതിലേക്ക് വരുന്നു. 4 ഇൻറ്റു 5 20. വീണ്ടും 5 ഇൻറ്റു 5 25. വീണ്ടും 6 ഇൻറ്റു 5 30. 7 ഇൻറ്റു 5 35. 8 ഇൻറ്റു 5 40. വീണ്ടും 9 ആകുന്നു, അതും കണ്ടീഷൻ ട്രൂ ആണ്. 10 ആകുന്നു, കണ്ടീഷൻ ട്രൂ ആണ്. 11 ആകുന്നു, കണ്ടീഷൻ ട്രൂ ആണ്. 12 ആകുന്നു. 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. ദാറ്റ് മീൻസ് 60. വീണ്ടും എന്താണ്? ഐയുടെ വാല്യൂ 1 ഇൻക്രീസ് ചെയ്യുന്നു. 12 1 13. 13 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ ഔട്ട്പുട്ട് നമ്മുടെ സ്ക്രീനിൽ കിട്ടിയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. എല്ലാവരും ഓർത്തിരിക്കുക. നമ്മളുടെ പ്രാക്ടിക്കലിന് ഇത് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു അനദർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, ദാറ്റ് ഈസ് കോൾഡ് വൈൽ ലൂപ്പ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, അതിനുശേഷം വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഓർത്തിരിക്കുക. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നമ്മൾ ഓർത്തിരുന്നതാണ്. ഫോർ ലൂപ്പിൻ്റെ ഒന്നുകൂടെ ഓർക്കാൻ ശ്രമിക്കുക. ഫോർ, പിന്നെ ബ്രാക്കറ്റ്, ഇനിഷ്യലൈസേഷൻ, സെമികോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമികോളൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. ഇവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആദ്യമേ തന്നെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, രണ്ടാമത് വൈൽ കീവേഡ്, പിന്നെ അതിൻ്റെ അകത്ത് ബ്രാക്കറ്റിലാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണ് എന്ന് വരികിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ. അത് ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഹിയർ ഇനീഷ്യലൈസേഷൻ ഏത് ലൂപ്പ് ആണെങ്കിലും ഒറ്റ പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ദ ഫസ്റ്റ് ടൈം ഇറ്റ് സെൽഫ്. അതിനുശേഷം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അതിനുശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ, കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ മാത്രം ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഇതുപയോഗിച്ച് നമുക്ക് ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 45, അതിൻ്റെ 2 ഡിജിറ്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്, 4ഉം 5ഉം. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 9. ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ശ്രദ്ധിക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. അടുത്തത് യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ
ഇവിടെ നമ്മൾ 3 വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് n, നമുക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾ n. പിന്നെ അതിൻ്റെ ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം, എങ്കിലേ സം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡിജിറ്റ്സിന് വേണ്ടിയിട്ട് ഡിജിറ്റ്, അതുപോലെ സം ഈസ് ഈക്വൽ ടു 0. ഇതൊരു ഇനീഷ്യലൈസേഷൻ വേരിയബിൾ ആണ്. സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ വിച്ച് സ്റ്റോർസ് ഇൻറ്റീജർ വാല്യൂ, അതിന് ഇനീഷ്യലായിട്ട് നമ്മൾ 0 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം സി ഔട്ട് എൻ്റർ എ നമ്പർ സീൻ n, എന്നിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് എന്താണ്? അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ, അതാണ് ഇവിടുത്തെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഡിജിറ്റ് ഈസ് ഈക്വൽ ടു n%10, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഡിജിറ്റ് n ഈസ് ഈക്വൽ ടു n/10. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൂപ്പ് എന്ന് പറയുന്നത്, അതായത് വൈൽ ലൂപ്പ്. സി ഔട്ട് സം ഓഫ് ദ നമ്പർ, സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഈസ് ഈക്വൽ ടു സം, പ്രിൻ്റ് ചെയ്യുന്നു, റിട്ടേൺ 0. ശ്രദ്ധിക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 135 ഇൻപുട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 9 ആയിരിക്കും. 1 + 3 4 കിട്ടും, +5 ഈസ് ഈക്വൽ ടു 9. ഇനി അതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പ്രോഗ്രാമിലൂടെ നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഇത് നമ്മളുടെ പ്രാക്ടിക്കലിനുള്ള ഒരു പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ എൻ്റർ എ നമ്പർ സീൻ n. ഓക്കെ, ഇവിടെ നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇവിടുത്തെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ n ആണ്. കാരണം n ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നു, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ n ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഇത് രണ്ടും ഇവിടുത്തെ ലൂപ്പ് ബോഡീസ് ആണ്. കാരണം n-നെ ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ n. പിന്നെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സീൻ n. പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ n ഗ്രേറ്റർ ദാൻ 0. അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു n/10 ആൻഡ് ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് ഈസ് ഈക്വൽ ടു n+10, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ 135 ഇൻപുട്ട് ചെയ്തു. n-ൻ്റെ വാല്യൂ ഇപ്പോൾ 135 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 135 ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റ് ഈസ് ഈക്വൽ ടു 135-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓപ്പറേറ്ററാണ്. എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ റിമൈൻഡർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് ഇത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടെ 135-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 5 ആണ്. അപ്പോൾ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ഡിജിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സം ഈസ് ഈക്വൽ ടു, ഇപ്പം സം എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു, 0 + 5. അപ്പോൾ ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ എത്രയായി? 5 ആയി. ഓർത്തിരിക്കുക, 5. അടുത്ത വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണ്. n ഈസ് ഈക്വൽ ടു n/10. ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ 135-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് n എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയതുകൊണ്ട് n-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 13 ആയിരിക്കും. അപ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. 13 ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ട്രൂ ആണ്. ഉടനെ തന്നെ 13-നെ, അതായത് n 13-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും തോന്നും? 13 ഡിവൈഡ് ബൈ 10, നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 13-ൽ ഒരു പ്രാവശ്യമേ പൂർണ്ണമായിട്ട് അടങ്ങുകയുള്ളൂ, ബാക്കി 3 കിട്ടും. അപ്പോൾ അതാണ് ഡിജിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സമ്മിൽ നേരത്തെ എത്രയുണ്ടായിരുന്നു? 5 ഉണ്ടായിരുന്നു. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 5 + 3. അപ്പോൾ എത്രയായി? 8 ആയി. വീണ്ടും ഓർത്തിരിക്കുക, സമ്മിൽ ഇപ്പോൾ 8 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡ് ബൈ 10. 13-നെ പൂർണ്ണമായിട്ടും എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാം? 1, ഒറ്റ പ്രാവശ്യം. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. 1 ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ഡിജിറ്റ് കണ്ടുപിടിക്കുകയാണ്. 1 ഡിവൈഡ് ബൈ 10. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും?
1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 ആണ്, ഹരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് തന്നെ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. സം ഈസ് ഈക്വൽ ടു 8 + 1, ഡിജിറ്റ് 1. അപ്പോൾ എത്രയായി? 9 ആയി. അപ്പോൾ വീണ്ടും എന്നിൻ്റെ വാല്യൂ n ഈസ് ഈക്വൽ ടു 1/10. അപ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. കാരണം നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാൻ 1നെ പൂർണ്ണമായിട്ട് പറ്റുമോ? 0 പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് 0 ആണ് കിട്ടുന്നത്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, 0 > 0. ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സി ഔട്ട് സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഈസ് ഈക്വൽ ടു, അത് ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. സമ്മിൽ എത്രയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 9. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്സ്, ഫോർ ലൂപ്പും അതുപോലെ തന്നെ വൈൽ ലൂപ്പും. അടുത്ത നമ്മുടെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അതിൻ്റെ സിൻടാക്സ് നോക്കാം. വൈൽ ലൂപ്പ് പോലെ തന്നെ ആദ്യമേ തന്നെ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, അതിനുശേഷം ഡു എന്ന് പറയുന്ന കീവേഡ്, പിന്നെ ലൂപ്പ് ബോഡി, അതിൻ്റെ ശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, ലാസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഒരേ ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ആദ്യമേ തന്നെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ലൂപ്പ് ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു, അതിനുശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അതിനുശേഷം ആണ് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ വീണ്ടും തിരിച്ച് ഡു വൈൽ ലൂപ്പിലേക്ക് പോവുകയുള്ളൂ, അതായത് ഇങ്ങോട്ട് വരികയുള്ളൂ. ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രത്യേകത പറയാം. കാരണം മിനിമം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ്. ഇനീഷ്യൽ വാല്യൂ i ഈസ് ഈക്വൽ ടു 5, ഡു സി ഔട്ട് i ഈസ് ഈക്വൽ ടു i + 2, വൈൽ i <4. ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ് എന്ന് പറയാമോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ പ്രോഗ്രാമിൽ ആദ്യമേ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എടുക്കുന്നു, ഐയുടെ വാല്യൂ 5. അപ്പോൾ ഇവിടുത്തെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണ്? ഐ ആണ് ഇവിടുത്തെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അതിനുശേഷം സി ഔട്ട് i 5 പ്രിൻ്റ് ചെയ്യുന്നു. i ഈസ് ഈക്വൽ ടു i + 2 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 5 + 2 എത്രയായി? 7 ആയി. വൈൽ 5 < 4. കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. 7 < 4 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്? 5 ആയിരിക്കും. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് 5 കിട്ടുന്നത്. ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരു കാരണവശാലും 5 കിട്ടിയല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു പ്രോഗ്രാം. ആഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് പ്രോഗ്രാം ടു പ്രിൻ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് A to Z, ഇൻറ്റിജർ മെയിൻ. ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതാണ്? A. അതുകൊണ്ടാണ് ക്യാരക്ടർ നമ്മൾ ഇൻറ്റിജർ എന്നുള്ള ഇവിടുത്തെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാരക്ടർ CH, അതിലേക്ക് നമ്മൾ A എന്ന് പറയുന്ന വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഡു ലൂപ്പ് തുടങ്ങുകയാണ്. നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുകയാണ് A to Z. അപ്പോൾ ആദ്യം സി ഔട്ട് /t എന്ന് പറഞ്ഞാൽ സ്പേസിന് വേണ്ടിയിട്ടാണ്, CH. അപ്പോൾ A പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും CHൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, CH + 1 ആകുന്നു. അപ്പോൾ A എന്നുള്ളത് എന്തായി മാറും? B ആയി മാറും. വൈൽ കണ്ടീഷൻ CH <= Z വരെ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. റിട്ടേൺ 0. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം, ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം. ശ്രദ്ധിക്കുക, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഇനി ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പ് വന്നു കഴിഞ്ഞാൽ
അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. എ ലൂപ്പ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. പി ഒരു ഔട്ട്പുട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. 1, 2, അടുത്ത ലൈനിൽ 2, 3, അതിനുശേഷം 4, 5, 6, അതിനുശേഷം 7, 8, 9, 10. അപ്പോൾ ശ്രദ്ധിക്കുക, 1, 2, 3, 4. ഇവിടെ 1, 2, 3, 4. 4 റോസും 4 കോളംസും വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഷ് ഇൻക്ലൂഡ് IOStream.h യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. അതിനുശേഷം നമ്മൾ എഴുതുവാണ് ഡിക്ലറേഷൻ ഇൻറ്റിജർ I, j, a is equal to 1. for I is equal to 1. I എന്ന് പറയുന്ന ഇനീഷ്യൽ വാല്യൂ I less than or equal to 4 I plus plus, അതായത് 4 പ്രാവശ്യം ആകുന്നിടം വരെ, 1, 2, 3, 4 ആകുന്നിടം വരെ. അതിൻ്റെ അകത്ത് വീണ്ടും കൊടുത്തിരിക്കുകയാണ് for j is equal to 1, j less than or equal to I, j plus plus. അതൊരു ഇന്നർ ലൂപ്പ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് j ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, ഇവിടെയും എന്താണ് 1 തന്നെയാണ്. സി ഔട്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? എയുടെ വാല്യൂ 1 ആണ്. എ പ്രിൻ്റ് ചെയ്യുന്നു, 1 പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം എയുടെ വാല്യൂ എന്താകുന്നു? എ പ്ലസ് പ്ലസ് ആകുന്നു. അപ്പോൾ ഇവിടെ എ പ്ലസ് പ്ലസ് ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എയുടെ വാല്യൂ 2 ആകുന്നു. വീണ്ടും എന്ത് ചെയ്യും? for I is equal to 1, I less than or equal to 4. വീണ്ടും j is equal to 1. കണ്ടീഷൻ ട്രൂ ആണ്. പൈയുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് തന്നെ 2 ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ഇന്നർ ലൂപ്പ് ജെയുടെ വാല്യൂ 2 ആകുന്നു. വീണ്ടും 3 പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും 3 4 ആകുന്നു. അപ്പോൾ എന്താണ്? കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. വീണ്ടും അടുത്ത് വരുന്നു, 4 ആകുന്നു. വീണ്ടും അത് 4 പ്രിൻ്റ് ചെയ്യുന്നു, 5 പ്രിൻ്റ് ചെയ്യുന്നു, 6 പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു, അടുത്തതിലേക്ക് വരുന്നു, 7, 8, 9, 10 ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി അൺകണ്ടീഷണലായിട്ട് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ അൺകണ്ടീഷണലി ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്: ഒന്ന് ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ദെൻ റിട്ടേൺ. ഒരു ഫങ്ഷനാണ്. ഒരു ഫങ്ഷൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് റിട്ടേൺ ഫങ്ഷൻ. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ട് റിട്ടേൺ 0. മെയിൻ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റിട്ടേൺ 0. അടുത്തത് എക്സിറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫങ്ഷൻ, ടു ടെർമിനേറ്റ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ്, എവിടെയെങ്കിലും വെച്ച് പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട്, എൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ. സോ ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കുക. ബാക്കി 3 നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ഒന്നാമത്തത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവെയർ ദ ഫങ്ഷൻ. ആ ഫങ്ഷൻ്റെ അകത്ത് എനിവെയർ, അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലേബൽ കൊടുക്കും. ആ ലേബൽ എവിടെയാണോ അങ്ങോട്ട് ആയിരിക്കും കൺട്രോൾ പോവുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീജർ I is equal to 1, സ്റ്റാർട്ട് സി ഔട്ട് I. അതായത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബലാണ്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലേബലാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ I, അതിനുശേഷം I പ്രിൻ്റ് ചെയ്യുന്നു, 1 പ്രിൻ്റ് ചെയ്യുന്നു. Iയുടെ വാല്യൂ 1 എന്നുള്ള 2 ആകുന്നു. I 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട്. അതായത് ലൂപ്പ് ചെയ്യുന്നത് പോലെ ഒരു പരിപാടിയാണ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? I പ്രിൻ്റ് ചെയ്യുന്നു, 2 പ്രിൻ്റ് ചെയ്യുന്നു. Iയുടെ വാല്യൂ 3 ആകുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ് എന്ന് വരികിൽ ഗോ ടു സ്റ്റാർട്ട്, ഇങ്ങോട്ട് വീണ്ടും പോകുന്നു. അങ്ങനെ 50 വരെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്, യൂസിങ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്.
അടുത്ത ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ സ്വിച്ച് പഠിച്ചിരുന്നു, അതിൻ്റെ അകത്ത് ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ബ്രേക്ക് സ്വിച്ചിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വരികിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാനും ബ്രേക്ക് ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ 4i = 1, i ≤ 5, i++, സി ഔട്ട് n. ന്യൂ ലൈനിലേക്ക് പോകാനാണ്, ഇന്നർ ലൂപ്പാണ്. 4j = 1, j ≤ i, j++, സി ഔട്ട് സ്റ്റാർ. നേരത്തെ നമ്മൾ 1, 2 പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇഫ് j = 3 ആണെങ്കിൽ ബ്രേക്ക്, അതായത് ഇന്നർ ലൂപ്പിൽ നിന്നും ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കിട്ടി. അടുത്ത ഇവിടെ 4 വരണമായിരുന്നു, ഇതിൻ്റെ 5 സ്റ്റാർ ഇവിടെ വരണമായിരുന്നു. കാരണം ഇവിടെ 3 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അടുത്ത കണ്ടിന്യൂ എന്ന് പറയുന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. When a continuous statement is executed in a loop, it skips the remaining statements in the loop and proceeds with the next iteration of the loop. ശ്രദ്ധിക്കുക, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടിന്യൂവിന് ശേഷം വരുന്ന എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ആ ലൂപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ശ്രദ്ധിക്കുക, എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 4i = 1, i ≤ 10, i++. If i = 6, കണ്ടിന്യൂ, സി ഔട്ട് i. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ 5 = 6 ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അന്നേരം ഇത് പ്രിന്റ് ചെയ്യേണ്ട, വീണ്ടും ലൂപ്പിലേക്ക് തന്നെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതായിരിക്കും: 1 2 3 4 5 7 8 9 10. ശ്രദ്ധിക്കുക, 6 എഴുതാൻ വിട്ടുപോയതല്ല. 6 ആണ് എന്ന് വരികിൽ കണ്ടിന്യൂ ചെയ്യുക, പിന്നെ ഇങ്ങോട്ട് സി ഔട്ടായി വേണ്ട എന്നാണ് പറയുന്നത്. അതാണ് സ്കിപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമേ പറഞ്ഞത് ലൂപ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ലൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ലൂപ്പിൻ്റെ കോമ്പണൻസ് ഉണ്ട്, 5 കോമ്പണൻസ്: ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. ഒരിക്കലും മറന്നു പോകരുത്, ലൂപ്പ് തന്നെ 2 തരത്തിലുണ്ട്: എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ്. എൻട്രി കൺട്രോൾഡ് ആണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾഡ് ആണ് ഡു വൈൽ ലൂപ്പ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചായിരുന്നു. സോ ദാറ്റ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ, എക്സിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. താങ്ക് യു.